അങ്ങനെ ഷിലാങ്ങിലെ കാടുകൾക്കുള്ളിൽ പ്രകൃതി ഭംഗി തുളുമ്പിയൊഴുകുന്ന ജഷാർ വെള്ളച്ചാട്ടം കണ്ടാസ്വദിച്ച് തിരിച്ച് ഞങ്ങൾ ഇപ്പോൾ കരങ്സൂരി വാട്ടർഫാൾസിൽ എത്തിയിരിക്കുകയാണ്. എൻട്രി ഫീ പെർ പേഴ്സൺ 50 രൂപയാണ്. അവിടെ നിന്ന് നടന്നാൽ പിന്നെ കാണുന്നത് അങ്ങ് ദൂരെ ചുറ്റും മലകൾക്കും കാടുകൾക്കും ഇടയിലൂടെ ഒഴുകി താഴെ തടാകത്തിലോട്ട് ചാടുന്ന കരങ്സൂരി വാട്ടർഫാൾസ് ആണ്. മൺസൂൺ ടൈമിലാണെങ്കിൽ ഇവിടെ മുഴുവൻ വെള്ളത്തിന്റെ ശക്തമായൊരു വരവായിരിക്കും കാണാൻ കഴിയുക. എന്നാൽ കൂടിയും ഇപ്പോഴും വെള്ളത്തിന്റെ സൗന്ദര്യത്തിന് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല. വെള്ളം ഇപ്പോഴും നോൺ സ്റ്റോപ്പായി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെ നടന്ന് നടന്ന് കരംസൂരി വാട്ടർഫാൾസിന്റെ അടുത്തേക്ക് കൂടുതൽ അടുക്കുമ്പോൾ പിന്നെ കാണുന്നത് 3 ലൈൻ വാട്ടർഫാൾസ് ആണ്. ദൂരെ നിന്ന് നോക്കുമ്പോൾ വ്യക്തമായി കാണാൻ കഴിയും ആ കാണുന്ന തടയണയിൽ നിന്ന് വെള്ളം 3 വരിയായി താഴേക്ക് ഒഴുകി വരുന്നത്. ഈ വെള്ളച്ചാട്ടം കാണുമ്പോൾ പ്രകൃതി ഒരു ഔട്ട്ഡോർ ഷവർ ബാത്ത് ഒരുക്കി വെച്ച പോലെയാണ്. അത് 3 മോഡലിൽ. ആദ്യത്തെ വെള്ളച്ചാട്ടം ഫാസ്റ്റായി ഒഴുകി വരുന്നു. അതിന്റെ ചുവട്ടിൽ നിന്നാൽ കല്ലുമഴ പെയ്യുന്ന പോലെ ഉണ്ടാവും. എന്നാൽ ബാക്കി 2 വെള്ളച്ചാട്ടത്തിന്റെ ഒഴുക്ക് അല്പം കുറവാണ്. ശരിക്കും ഒരു നാച്ചുറൽ ഷവർ. അതിന് താഴെ ചുറ്റും വെള്ളം ബ്ലൂ ഡയമണ്ട് പോലെ തിളങ്ങുന്നു. ഞങ്ങൾ ഇപ്രാവശ്യം വെള്ളത്തിലോട്ട് ഇറങ്ങിയില്ല. ഈ പ്രാവശ്യം ചുറ്റുമുള്ളവരുടെ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ ഞങ്ങൾ അങ്ങനെ ഈ വെള്ളച്ചാട്ടവും ആസ്വദിച്ച് അങ്ങനെ നിന്നു. ഇങ്ങനെയുള്ള മനോഹരമായ കാഴ്ചകൾ കാണുമ്പോൾ സമാധാന സൂചകമായി 2 കൈയും പൊക്കിക്കാണിക്കാനാണ് ആശാന്റെ ഓർഡർ. എന്ത് രസമാണ് കാണാൻ. വാവ്, സ്വർഗത്തിലെ തടാകം. ഇവിടെ വെള്ളം കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് ആർക്കും ജാക്കറ്റ് ധരിച്ച് എത്ര വേണമെങ്കിലും നീന്തി ആർമാദിക്കാം. അങ്ങനെ ആ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് നടന്ന് വെള്ളച്ചാട്ടത്തിന്റെ സമീപത്തെത്തണം. എന്നാൽ മാത്രമേ വെള്ളച്ചാട്ടത്തിന്റെ യഥാർത്ഥ ഒഴുക്ക് തിരിച്ചറിയാൻ കഴിയൂ. അങ്ങനെ വെള്ളച്ചാട്ടത്തിന്റെ ആംബിയൻസ് കൂടുതൽ അടുത്തറിയാനായി ഞങ്ങൾ അടുത്തേക്ക് പോയി. ആ വെള്ളച്ചാട്ടത്തിന്റെ കുത്തൊഴുക്കിന്റെ ശബ്ദവും അതിൽ നിന്ന് വരുന്ന ഇളം തണുപ്പും. ആ വെള്ളച്ചാട്ടത്തിന്റെ കുത്തൊഴുക്കിന്റെ ശബ്ദവും അതിൽ നിന്ന് വരുന്ന ഇളം തണുപ്പും ആസ്വദിച്ച ശേഷം ഞങ്ങൾ അതിനു മുകളിലേക്ക് പോയി. ഇവിടെ നിൽക്കുമ്പോൾ ശാന്തമായി കെട്ടിക്കിടക്കുന്ന വെള്ളവും ചുറ്റുമുള്ള നിശബ്ദതയും കൊണ്ട് ഒരു പ്രത്യേക പീസ്ഫുൾ നൽകുന്നു എന്നാണ് സുദീപ് എന്നോട് പറഞ്ഞത്. അത് കേട്ടപ്പോൾ എനിക്കും അതൊന്ന് അറിയണമെന്ന് തോന്നി. അങ്ങനെ ഞാനും അവിടെ പോയി കുറച്ചു നേരം നിന്നു. അപ്പോഴാണ് വെറുതെയല്ല അവൻ അവിടെ കുറച്ചു സമയം അങ്ങനെ നിന്നുപോയതെന്ന് മനസ്സിലായത്. അത്രയും മനോഹരമായ പീസ്ഫുൾ ആംബിയൻസും അതിനൊത്ത അറ്റ്മോസ്ഫിയറും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് ഇവിടം.
അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ നെല്ല് കൊയ്തെടുത്ത പാടത്തിലൂടെ വെറുതെ അങ്ങ് നടന്നു. നടക്കുന്നതിനിടയിൽ കുന്നിന്റെ മുകളിൽ ആരുമില്ലാത്ത ഒരു പഴയ ബിൽഡിംഗ് കണ്ടു. കൗതുകം ലേശം കൂടുതലായതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. ആ ബിൽഡിങ്ങിന്റെ അടുത്തെത്തിയപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ എപ്പോഴോ കണ്ടുമറന്ന ഏതോ ഹോളിവുഡ് സിനിമയിലെ ചിത്രങ്ങൾ ഒരു നിമിഷം എൻ്റെ മനസ്സിൽ മിന്നിമറഞ്ഞു. എന്താണെന്നറിയില്ല, പക്ഷേ അതൊരു വല്ലാത്ത മൊമെന്റ് ആയിരുന്നു. ഒരു നിമിഷത്തേക്ക് വേറെ ഏതോ കാലഘട്ടത്തിലൂടെ പോയ പോലെ തോന്നിപ്പോയി. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ തന്നെ നിന്നു, സന്ധ്യാസൂര്യന്റെ ഭംഗിയും ചുറ്റുമുള്ള നിശബ്ദതയും ആസ്വദിച്ച്. ചില സൗന്ദര്യങ്ങൾ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അവയെ നിശബ്ദമായി അനുഭവിക്കാൻ മാത്രമേ കഴിയൂ, ശരിയല്ലേ? വൈകിട്ടുള്ള ഡിന്നർ കഴിക്കാൻ ഒരു കടയിൽ കയറി. അവിടുന്ന് ബ്രെഡ് ഓംപ്ലേറ്റ് വാങ്ങിച്ച് ഞങ്ങളും ഈ മൈനയും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു. പിറ്റേന്ന് രാവിലെ ഇവിടുത്തെ ഒരു ഹോട്ടലിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായി പൂരി കഴിച്ചു. അങ്ങനെ ഈ കൊച്ചു കരൺസുഴിയോട് യാത്ര പറഞ്ഞ് ഇനി ഞങ്ങളുടെ യാത്ര ജൈന്ത്യ ഹിൽസിലെ അത്ര പോപ്പുലർ അല്ലാത്ത ജൊവായിലേക്കാണ്. അവിടുത്തെ ഹിഡൻ സ്പോട്ടിലെ കാഴ്ചകൾ കണ്ടെത്താനായി. അങ്ങനെ ഞങ്ങൾ ജൊവായിലെത്തി. ഇവിടെ നോക്കുമ്പോൾ മലകൾക്കിടയിലുള്ള ഒരു ഗ്രൗണ്ടിൽ കുട്ടികൾ ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യുകയാണ്. അതിൽ ആ ഗോൾ പോസ്റ്റിൽ നിൽക്കുന്ന ആ കുട്ടി നല്ലൊരു ഗോളിയാണ് എന്ന് ആ പയ്യന്റെ കളി കണ്ടാൽ അറിയാം. ആ ഒരു എഫേർട്ട് കണ്ടാൽ ആർക്കും ആ പയ്യനെ അഭിനന്ദിക്കാൻ തോന്നും. ആ പയ്യൻ ബോൾ അടിക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു ഗോൾ അടിക്കണമെന്നൊരാഗ്രഹം. അങ്ങനെ ഞാൻ ആദ്യം ഒരു അടി അടിച്ചു, അത് പാളിപ്പോയി. ആ പഴയ ചോരത്തിളപ്പൊന്നും ഇപ്പൊ എനിക്കില്ല. എന്നാലും ഒരു ശ്രമം കൂടെ. അടിച്ചു മോനെ, ഗോൾ! ആ പഴയ ചോരത്തിളപ്പൊന്നും ഇപ്പോഴും പോയിട്ടില്ല, കുറച്ചൊക്കെ എവിടേക്കോ ഉണ്ട്. ശേഷം ഡിന്നർ കഴിക്കാനായി ഗ്രൗണ്ടിൽ വെച്ച് പരിചയപ്പെട്ട ഒരു പയ്യന്റെ കൂടെ ഒരു ഹോട്ടലിൽ പോയി ചാവും ചിക്കനും വാങ്ങിച്ചു കഴിച്ചു. എനിക്ക് ചിക്കൻ ഈ ചാവിന്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. മൈദ കൊണ്ടുണ്ടാക്കുന്ന ഒരു നൂഡിൽസ് ആണ് ഈ ചാവ്. പിറ്റേന്ന് രാവിലെ ജൊവായിലുള്ള ട്രിഷി വാട്ടർഫാൾസ് കാണാൻ അങ്ങോട്ട് പോയി. എൻട്രി ഫീ ഒരാൾക്ക് 30 രൂപയാണ്. നെൽവയലുകൾക്ക് നടുവിലൂടെ ഒരു നടപ്പാത. അതിലൂടെ നടന്ന് ബ്രിഡ്ജ് കടന്നാൽ പിന്നെ കാണുന്നത് പരന്നു കിടക്കുന്ന നെൽവയലും. ഈ ഒഴുകുന്ന വെള്ളം താഴെയുള്ള കൃഷിയിടങ്ങളെ ഫലഭൂയിഷ്ടമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ആ ഒഴുകി വരുന്ന വെള്ളത്തിന്റെ വരവ് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഒരറ്റത്തു നിന്ന് ഒഴുകി വളഞ്ഞ് തിരിഞ്ഞ് ഒഴുകി ഒടുവിൽ പാറകൾക്ക് മേലെ നിന്ന് താഴേക്ക് പതുക്കെ ഒഴുകി പോകുന്നു.
ആ കാഴ്ചകൾ പടിപടിയായി ആസ്വദിച്ച് ഞങ്ങൾ അങ്ങനെ താഴോട്ട് ഇറങ്ങി. ഇവിടെ നിന്ന് ഏകദേശം 300 പടികൾ താഴേക്ക് ഇറങ്ങിച്ചെന്നാൽ കാണുന്ന വിഷ്വൽ അതിമനോഹരവും മനസ്സിനെ കീഴടക്കുന്നതുമായ ട്രിഷി വാട്ടർഫാൾസിന്റെ ഹൃദയഭാഗമാണ്. ഈ വെള്ളച്ചാട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് താഴേക്ക് ഒഴുകുന്നത് പാറക്കെട്ടുകൾ പടികൾ പോലെ രൂപപ്പെട്ടിട്ടാണ്. ഓരോ തട്ടിലും വെള്ളം വീഴുകയും ചിതറുകയും ചെയ്യുന്നത് കാണാൻ തന്നെ എന്താ ഭംഗി. മഴക്കാലത്താണെങ്കിൽ ഇവിടെ നിൽക്കുന്ന കാര്യം റിസ്കിയാണ്. എന്നാൽ അപ്പോൾ ഉള്ള ട്രിഷിയുടെ ലുക്ക് അത് മനസ്സിലൊന്ന് വിഷ്വൽ ചെയ്ത് നോക്കിക്കേ, പൊളിയല്ലേ? ആ ടൈമാണ് ജൂൺ ടു സെപ്റ്റംബർ. പുറത്തിന് സൂര്യൻ 7 നിറങ്ങൾ തീർത്ത് ഒന്നുകൂടി കളർഫുള്ളാക്കി മാറ്റിയിട്ടുണ്ട്. നുംഗ്രയിലെ വാട്ടർഫാൾസിൽ കണ്ട മനോഹരമായ റെയിൻബോയ്ക്ക് ശേഷം കാണുന്ന മറ്റൊരു റെയിൻബോ വ്യൂ ഇവിടെയാണ്. നമ്മുടെ ഈ മേഘാലയയിൽ കാണുന്ന എല്ലാ പ്രധാന ടൂറിസ്റ്റ് സ്പോട്ട് പോലെ തന്നെ മനസ്സിനെ ഏറെ ആകർഷിക്കുന്നതാണ് ഇതുപോലുള്ള പ്രപഞ്ച രഹസ്യങ്ങൾ. ഇവിടെ തിരക്ക് വളരെ കുറവായതിനാൽ വളരെ ശാന്തവും അതുപോലെ യഥാർത്ഥ പ്രകൃതി ഭംഗി മതിവരോളം ആസ്വദിക്കാൻ കഴിയുന്നതാണ്. അങ്ങനെ ട്രിഷി വാട്ടർഫാൾസ് കണ്ട് മതിവരുവോളം ആസ്വദിച്ച് ഞങ്ങൾ തിരിച്ച് പാലങ്ങൾ കടന്ന് നെൽവയലുകൾ കടന്ന് മെയിൻ റോഡ് എത്തി. ലഞ്ച് കഴിക്കാനായി ഒരു കടയിൽ കയറി റൈസും ചിക്കനും ബീൻസ് ഉപ്പേരിയും കഴിച്ചു. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാം പറഞ്ഞ പോലെ